ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ? ഭാര്യ ഉണ്ടോ? ഉണ്ടോ? അവരാരെ കൂടെയാണ്? അവര് മക്കളോട്. അവര് മാമനെ നോക്കിയൊന്നുമില്ലേ? അവര് നോക്കുന്നില്ല. ഇല്ല. അവരൊക്കെ പൈസ മതി. പുള്ളിക്ക് ഈ മെന്റലി പ്രോബ്ലം ഇല്ലെന്ന് കോടതിയിൽ തെളിയിപ്പോൾ മാത്രമേ ഈ ക്യാഷ് എടുക്കാൻ കഴിയത്തുള്ളൂ. കാര്യങ്ങളെല്ലാം പറയണം കോടതി. കോടതി പോയി പുള്ളിക്കാരൻ ജഡ്ജി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം. പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കും. സർട്ടിഫിക്കറ്റ് അതെ അതെ. അവര് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത് കാണുന്ന ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് ജനങ്ങളെ രീതിയിൽ സഹകരിച്ചിരിക്കുന്നത് ഇല്ലാതെ വേറെ ആരും സഹായിക്കാൻ ഭാര്യയും മക്കളൊന്നും ഇല്ല. ഭാര്യയും മക്കളെയൊക്കെ നിങ്ങളെ പാടി ഉപേക്ഷിച്ചേക്കാണ്. ഭാര്യയും മക്കളൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചു. അവരൊക്കെ ഈ പൈസ മതി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി സംസാരിച്ചാൽ അതൊരു പ്രശ്നങ്ങളാവും. നിങ്ങൾക്ക് വേണ്ടുന്ന പരിചരണവും ശുശ്രൂഷയും ഒന്നും കിട്ടുന്നില്ല. മക്കളും മരുമക്കളും ചേർന്ന് വൃദ്ധനെ മനോരോഗിയാക്കാൻ ശ്രമമെന്ന് പരാതി. നഗരൂർ രാലൂർക്കാവ് തിരുവാതിരയിൽ 81-കാരനായ രവീന്ദ്രനെയാണ് മക്കളും മരുമക്കളും ചേർന്ന് മനോരോഗിയാക്കാൻ ശ്രമിക്കുന്നത്. രവീന്ദ്രയുടെ പേരിലുണ്ടായിരുന്ന 4 കോടിയോളം രൂപ വരുന്ന സ്വത്തുവകളെല്ലാം മക്കളുടെ നിരന്തര പീഡനത്തെ തുടർന്ന് അവർക്ക് എഴുതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പണം കൂടി മക്കൾക്ക് നൽകണമെന്ന ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് മനോരോഗിയാക്കാൻ ശ്രമമെന്നുമാണ് ഇദ്ദേഹവും ബന്ധുക്കളും കഴിഞ്ഞ ദിവസം കല്ലമ്പലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. ഇതിനായി കല്ലമ്പലത്തുള്ള സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും നിരന്തരം മർദ്ദിക്കുകയും ചെയ്തു. ഇതെൻ്റെ മാമനാണ്, അമ്മയുടെ സഹോദരൻ. പുള്ളി കുറച്ച് ഒരു 1.5-2 മാസത്തിന് മുമ്പ് പുള്ളിയെ വീട്ടിൽ നിന്ന് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. പുള്ളീനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ പറഞ്ഞ് പുള്ളി ഏതോ മാനസിക രോഗാശുപത്രിയിൽ എവിടെ കൊണ്ടിട്ട് പുള്ളിക്ക് അവർ മോശപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അവരുടെ വീട്ടിൽ ചെന്നു. മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ മാമിയും മക്കളും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മരുമക്കളെ എല്ലാവരും വിളിച്ചു വരുത്തി. അവിടെ എല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് മാമൻ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയൊക്കെയാണ്, നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എങ്ങനെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് മാമന് കൊണ്ടുകൊടുത്തത്. അപ്പോൾ മാമന് വെച്ച് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എന്ത് ട്രീറ്റ്മെൻറ്റോ മാമന് കൊടുത്തു, പക്ഷേ ഞങ്ങൾക്ക് മാമനെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെന്നുള്ള ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളൊരു വലിയ കുടുംബമാണ്, ആ കുടുംബക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ അറിയണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ അടുത്ത് എല്ലാ വിവരങ്ങളും ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇത് എന്തായാലും നിങ്ങളടുത്ത് അറിയിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണോ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകും, നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയും, ഞങ്ങൾ ബന്ധുക്കളാണ്, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയത്തില്ല, ഞങ്ങൾ അറിയിപ്പിക്കേണ്ടടുത്തൊക്കെ അറിയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് പോകും. അങ്ങനെ നേരെ ഞങ്ങൾ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇങ്ങനെ മാമനെ കാണാനില്ല, എവിടെ പോയെന്ന് അവരുടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നില്ല എന്നിട്ട് ഞങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. അത് മേടിച്ച് വെച്ചിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് ഞാനും എൻ്റെ അമ്മയും കുഞ്ഞമ്മയും എല്ലാവരും കൂടെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു ഇതിനെക്കുറിച്ച് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിനെ കുറിച്ച് ഒരു റിസൾട്ടും ഇല്ല. ഞാൻ പിന്നെ DYSP ഓഫീസിലേക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് നമ്പർ എടുത്തിട്ട് DYSP ഓഫീസിലേക്ക് വിളിച്ചു. സാറിൻ്റെ അടുത്ത് സംസാരിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാറിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാർ പറഞ്ഞു ഓക്കെ 5 മണിക്ക് ശേഷം വരാൻ പറഞ്ഞു. ഞാനങ്ങനെ 5 മണിക്ക് ശേഷം ഈ മാമൻ്റെ സഹോദരിമാരും ഞാനും കൂടി അവിടെ ചെന്ന് ഒരു കംപ്ലൈൻറ്റ് എഴുതി DYSP സാറിന് കൊടുത്തു. അപ്പോൾ DYSP സാറ് അവിടുന്ന് ഫോൺ ചെയ്ത് അവരുടെ മരുമകനെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് അഡ്മിറ്റ് ചെയ്തേക്കെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നത് എന്തായാലും ഇപ്പം പറയാൻ പറ്റത്തില്ല, നാളെ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് പറയാമോ. അപ്പോൾ പിറ്റേന്ന് വൈകുന്നേരം 4 മണിക്ക് ഒരു മീറ്റിംഗ് വേണ്ടി DYSP ഓഫീസിൽ സാറ് വിളിച്ചു വരുത്തി, എല്ലാവരെയും വിളിച്ചു വരുത്തി. അവിടെ വെച്ച് പറഞ്ഞു ഇങ്ങനെ അവർ കാര്യങ്ങൾ എല്ലാവരും രണ്ട് സൈഡും DYSP സാറ് കേട്ടതിന് ശേഷം പറഞ്ഞു ഓക്കെ, ഇന്നടുത്ത് സാറ് മറ്റേ മാമനെ ഇന്നടുത്താണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, കല്ലമ്പലത്തിൽ മൈൻഡ് റിവൈവൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പോയി കാണാം, ഒരാൾ പോയി കാണും, എന്താണ് വിശേഷം നിങ്ങൾ അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് മൈൻഡ് റിവൈവൽ എന്ന ഹോസ്പിറ്റലിൽ അന്ന് ഈ DYSP സാറിനെ കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയി മാമനെ കാണാൻ അവിടെ പോയി. അപ്പോൾ മാമൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞ് മാമനെ അവർ കൊണ്ടുവന്ന് മുകളിലും കൊണ്ടാണ് പുള്ളിക്കാരനെ കിടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് താഴെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവരുടെ ആൾക്കാരുടെ പ്രസൻസിലാണ്
ഞങ്ങൾക്ക് മാമനോട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ മാമന് ഒന്നും സംസാരിക്കും, മാമന്റെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ മാമന്റെ ചോദിക്കും, അച്ഛാ സുഖം തന്നെയല്ലേ, എന്തുകൊണ്ട് സുഖമല്ലേ, ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ചോദിച്ച് മാമൻ അതിനുള്ള മറുപടി ഇങ്ങനെ തല കുനിച്ചിട്ട് പറയുന്നു. എന്തോ മരുന്ന് കൊടുത്തിട്ട് വളരെ ക്ഷീണിതനായിട്ടാണ് ഞാൻ കാണുന്നത് മാമനെ. ആദ്യത്തെ പ്രാവശ്യം മാമനെ കാണത്തില്ലപ്പോൾ ആ സ്ഥലത്ത് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് ഞങ്ങളെ കാണാൻ അനുവദിച്ചു. അതിനുശേഷം ഓക്കെ നമ്മളെ പുറത്തിറക്കിയിട്ട് കുട്ടി മാമനൊരു സെല്ലിൽ അടച്ചിരിക്കുന്നതാണ് അതിനകത്ത് ഇട്ടത്. അതിനുശേഷം ഒരു 10-40 ദിവസം അതിനകത്തുണ്ടായിരുന്നു. അവിടെ കിടന്ന് പിന്നെ ഒരു ദിവസം ഇതേടൊക്കെ ഞാനവിടെ മാമന്റെ വിവരങ്ങൾ തിരക്കാൻ പോയപ്പോഴത്തേക്കും മാമന് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ലിവറിനും ഹാർട്ടിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞ് ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ല, നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഓക്കെ മറ്റേ ബന്ധുക്കളെയും കൂടെ അറിയിപ്പിച്ച് അവരെ കൂടെ വിളിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാം. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ 4 മണിക്ക് ഞങ്ങളവിടെ എത്തുകയും മറ്റേ ടീമിന് മറ്റേ മാമന്റെ മക്കളെയും ബന്ധുക്കളെയും എല്ലാവരും കൂടെ 7 മണിക്ക് അവിടെ എത്തി. എല്ലാവരും കൂടെ അവിടെ അകത്ത് കയറിയിരുന്ന് മാമനെ കണ്ട് സംസാരിച്ച് അപ്പം മാമനെ ബെറ്റർ ട്രീറ്റ്മെന്റ് മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൽ അവർ 27,000 രൂപ ചെലവാക്കിയിട്ട് മാമന് മാനസിക രോഗം ചെലവാക്കിയിട്ട് മാനസിക രോഗം കൊണ്ട് രണ്ടാമത്തെ മകളുടെ ഭർത്താവ് 27,000 രൂപ കൊടുത്തിട്ട് മാനസിക രോഗിയാണെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വാങ്ങിയെന്നാണ് മാമ പറഞ്ഞത്. മൈൻഡ് റിവൈവൽ മർദ്ദിച്ച അതിന്റെ ഇത് ഇതൊക്കെ ഇഞ്ഞു പോകാറായി. ഒരുപാട് ഉണ്ടായിരുന്നു ശരീരം. ഇതിലെത്തിയതിനു ശേഷം മക്കളും മരുമക്കളും മക്കളല്ലേ മക്കള് രാത്രി 7 മണിയാകുമ്പോൾ വരും. 8-9 മണി വരെ ജനങ്ങളിവിടെ കൊണ്ടാക്കി അടിയെ വന്നിട്ട് പോകും. അങ്ങനെ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പോയി. പിന്നെ ഈ മൈൻഡ് റിവൈവലിൽ അല്ല ഇത് മെഡിസിറ്റിയും എന്റെ ഭാര്യനെയും മാനസിക രോഗിയാണ്. ദേഹോപദ്രവം ചെയ്തതാരാണ് പറഞ്ഞത്? ദേഹോപദ്രവം ഏൽപ്പിച്ചാരാണ്? അത് ഈ മക്കളെ ഭാര്യയും ആശുപത്രിയിൽ വന്നിട്ട് അല്ല ആശുപത്രിയിലല്ല, വീട്ടില് നമ്മള് മെഡിസിറ്റിന്ന് ഇത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വെച്ച് ദേഹോപദ്രവം ചെയ്തെന്നാണ് മാമൻ പറയുന്നത്. മരുമക്കളൊക്കെ വലിയ ഉപദ്രവമാണ്. ആശുപത്രിയിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? ആര്? ആശുപത്രിയിൽ വെച്ച് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? ആശുപത്രിയിൽ വെച്ച് ഇവരെ ആശുപത്രി ജീവനക്കാര് കല്ലമ്പലത്തില് ഇത്രയും ഗുളിക 5 പ്രാവശ്യം കൊടുത്തത് അത് തിന്നാ ഭ്രാന്തരക്കും. അങ്ങനെ ഞാൻ കഴിക്കാതിരുന്നപ്പോഴേ ഇടിച്ചവര് തീറ്റിച്ച്. ദിവസം 4 കിലോമീറ്റർ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇതിന് മുമ്പ്. ഇപ്പോഴ് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായി. ഇവർ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായി. ഞാൻ രാവിലെ നടക്കുന്ന സമയത്ത് മാമൻ വന്നിട്ടാണ് എന്നോട് ഈ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് മർദ്ദനങ്ങൾ ഏൽക്കുന്നു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ നമ്മുടെ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വൂണ്ട് സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്ന് വാങ്ങി ഞാൻ കേസിന് പോകാനായിട്ട് പോയി. മാമന്റെ ഈ പരിക്കുകളൊക്കെ ഇപ്പോഴ് ഭേദമായെന്ന് തന്നെ പറയാം. അന്നേരം നല്ല രീതിയിലുള്ള പരിക്കുകൾ. നാട്ടുകാരെല്ലാം പറഞ്ഞു നിങ്ങൾ ഇടപെടാത്ത എന്തെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അനന്തരമല്ല, ഞാൻ നേരെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി. അവിടെ നിന്ന് ECG എടുത്തപ്പോൾ നല്ല വേരിയേഷൻ ഉണ്ട് ECGയിൽ. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയോളം കിടന്നു പുള്ളി. എന്നിട്ടാണ് പിന്നെ ഇങ്ങ് വന്നിട്ട് ഞാൻ കേസ് കൊടുക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്ത്, കളക്ടറേറ്റിൽ കേസ് കൊടുത്ത്, നഗരൂർ SHOക്ക് കേസ് കൊടുത്ത്, DYSPക്ക് കേസ് കൊടുത്ത്. ഇവരാരും FIR ഇട്ട് അന്വേഷിക്കുന്നില്ല. ഈ നഗരൂർ SHOയുടെ ഇന്നലെ ഞാൻ ചോദിച്ച FIR ഇട്ടോ? പുള്ളിയുടെ മൊഴിയെടുത്തതിന് ശേഷം പോലും ഈ മറ്റേ ഏരിയ കമ്മിറ്റി അംഗം സുഭാഷിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിൽ SHO അതിനുള്ള നടപടികൾ എടുക്കുന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്തുകയും കൂടെ ചെയ്തു. ഇന്നലെ ചെന്നപ്പോൾ നീ ഇതിൽ ഇടപെടണ്ട, അങ്ങനെയൊന്നും വീട്ടുകാരും മർദ്ദിക്കത്തില്ല. മാമന്റെ മൊഴിയെടുത്തിട്ടാണ് ഇത് പറയുന്നത്. വീട്ടുകാരും അങ്ങനെ മർദ്ദിക്കത്തില്ല, നീ ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് SHO എന്നെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ കുടുങ്ങിപ്പോവും മാമനെ. അപ്പൊ നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും മാമന് ഒരു ഹെൽപ്പ് കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നിതാ ഇപ്പോഴ് ചേട്ടന്റെ സംരക്ഷണയിലാണ് ഇപ്പൊ മാമൻ ഇരിക്കുന്നത്. ഇന്നിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് അവര് മരുമക്കൾ ഇന്ന് വന്നു. മാമൻ പോകാൻ കൂട്ടാക്കിയില്ല അവരെ കൂടെ.
ഇത് ഏരിയ കമ്മിറ്റി അംഗം സുഭാഷ് എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ആരാണ്? അളിയനാണ് അളിയൻ. ഭാര്യയുടെ സഹോദരൻ. ഭാര്യയുടെ സഹോദരൻ. അല്ലെങ്കിലും എന്റെ അപ്പച്ചിയുടെ മോന ഭാര്യയുടെ സഹോദരൻ, അപ്പച്ചിയുടെ ഭാര്യയുടെ മോനാണ് ഞാൻ. ഭാര്യയുടെ സഹോദരൻ. അങ്ങനെയൊക്കെ എന്തോ ഉണ്ട്. ഭാര്യ എന്ന് പറയുന്നത് അപ്പച്ചിയുടെ മോളാണ്. അങ്ങനെയല്ലേ? അപ്പൊ പുള്ളി ഇതില് സത്യം ഒന്നും പുള്ളിക്ക് അറിയണ്ട. നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ തന്നെ. പക്ഷെ പുള്ളി സഹോദരിയുടെ പ്രേരണയാല് പുള്ളി ഇദ്ദേഹത്തിനെ മൈൻഡ് റിവൈവലിലാക്കിയ പുള്ളിയുടെ ഇതിലാണ്. അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യത്തില്ല. മൈൻഡ് റിവൈവലിലാക്കിയ പുള്ളി 1 കോടി രൂപയാണ് 1.5 ഏക്കർ സ്ഥലം വെച്ച് ഈ 3 മക്കൾക്കും കൂടെ 3 മക്കൾക്കും കൂടെ ഭാഗിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 75 സെന്റ് എങ്ങാണ്ടുണ്ട്. അത് പിന്നെ 12 സെന്റ് 12 സെന്റ്. അവരെ കൈ വിട്ടു പോയി കിടന്ന് ഞാൻ കരം അടച്ചിട്ടിരിക്കണം. അതും കൂടെ അവരെ വേണമെന്നാണ് ഒരു അത് മാമൻ വിൽക്കാൻ വേണ്ടി വിളിച്ച് അവരുടെ പറയും ഞാൻ ചില വിൽക്കും നിങ്ങൾക്ക് ഞാൻ വിറ്റല്ല. അത് അവര് റോഡിനിട്ടിരുന്നാണ്. റോഡിനിട്ടിരുന്ന പ്രമാണം വേണ്ടേ ഇവരിടത്തിൽ? അതറിയില്ല. പിന്നെ അതറിയാതെ അവർക്കറിയില്ല. ചാവാന്നിരിക്കുകയാണ്. ഈ ജോലിക്കാരടിച്ചാലും ശരി, മക്കളടിച്ചാലും ശരി. മക്കളെ കൂടെ പോകാൻ താല്പര്യമില്ല. അനന്തരന്മാരെ കൂടെ പോകാനാണ് മക്കളോടെ ഇപ്പൊ മാമന്റെ യഥാർത്ഥ ആവശ്യം മാമൻ പറയുന്നത് മാമന്റെ വീട്ടിൽ മാമന് താമസിക്കണം. മാമന് വീട്ടിൽ ശല്യം ഉണ്ടാവില്ല. ഇതാണ് മാമന്റെ കാലശേഷമാണ് മാമന് സ്വന്തമായിട്ട് വീടുണ്ട്. ഉണ്ട്. അവിടെ വേറെ ആരും ഇല്ല. അവിടെ ഉണ്ട്. ഇവര് എല്ലാം വരും. എല്ലാവരും അവിടെ ഉണ്ടോ? എല്ലാരും വരും. എല്ലാരും വരും. ഞാൻ ഒരു പ്രാവശ്യം കയറി അവിടെ കിടക്കാൻ ചെന്നപ്പോൾ ഈ 4 പാടും വളഞ്ഞു നിന്ന് ഉപദ്രവിക്കും. വെറുതെ സഹോദരനെ കാണാനില്ലെന്ന സഹോദരിയുടെ പരാതിയെ തുടർന്ന് നഗരൂർ സച്ചു നടത്തിയ അന്വേഷണത്തിലാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ടെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസം. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പലയിടത്തും പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്നും മക്കളോടൊപ്പം പോകാനാണ് പോലീസ് ഉൾപ്പെടെ പലരും ഉപദേശിക്കുന്നതെന്നും സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് ആഗ്രഹമെന്നും മുഴുവൻ സ്വത്തുക്കളും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നും